PM സലാമും കൂടി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും പറയുമോ എന്ന് മാത്രം നോക്കാം. മികച്ച വിജയം മുസ്ലിം ലീഗും UDF വലിയ മുന്നേറ്റം സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. താങ്ക്സ്. എന്താണ് ഇനി അടുത്ത തീരുമാനങ്ങളൊക്കെ തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദമുണ്ട്, സന്തോഷമുണ്ട്, ജനങ്ങളോട് കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. ഞങ്ങൾ ജനങ്ങളോട് ചെയ്ത വാഗ്ദാനങ്ങളൊക്കെ നടപ്പാക്കണം എന്നൊരു വലിയ വെല്ലുവിളി ഞങ്ങളുടെ മുമ്പിലുണ്ട്. കാലിയായ ഒരു ഖജനാവിലേക്കാണ് ഞങ്ങൾ ഭരണത്തിന് ചെല്ലുന്നത്. ആ ഒരു പ്രതിസന്ധി ഞങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്. എന്നാലും ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്ന, സംസ്ഥാനത്തിന് വികസനം നൽകുന്ന, നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നല്ല ഭരണം, സുതാര്യമായ ഭരണം, സൽഭരണം കേരളത്തിന് കാഴ്ചവെക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അടുത്ത് തന്നെ UDF ഉണ്ടാകും. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത് ഞങ്ങളെ ജയിപ്പിച്ച ജനങ്ങളോടുള്ള നന്ദിയാണ്, കൃതജ്ഞതയാണ്. ഇത്തവണ ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ 102 സീറ്റുകളുമായി നിയമസഭയിൽ എത്താനും ജയിച്ച സ്ഥാനാർത്ഥികൾ തന്നെ 85,000, 60,000, 65,000 നന്ദി പറയുകയാണ് PM സലാം. നമ്മൾ നേരത്തെ